ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പ്രഭാഷകന്റെ പുസ്തകത്തില് വളരെ അർത്ഥവത്തായ ഒരു തിരുവചനം 15-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യം നൽകി. മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ഇതാ, ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. അഗ്നിയും ജലവും ഇതാ മുമ്പിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. സ്നേഹമുള്ളവരെ, നന്മയിലേക്കും തിന്മയിലേക്കും നമുക്ക് നടന്നു പോകാം. നമ്മുടെ സ്വാതന്ത്ര്യമാ നമ്മെ വളർത്തുന്നതും തളർത്തുന്നതും. കുരിശുമരണത്തില് യേശുവിന്റെ ഇരുവശത്തുമായി 2 കള്ളന്മാരില്ലേ? ഇടതുവശത്ത് ആ കള്ളൻ ഭൂമിയിലേക്ക് താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, യേശുവേ, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, എന്നെയും രക്ഷിക്കണേ. ലൂക്കയുടെ സുവിശേഷം 23-ാം അധ്യായം 39-ാം തിരുവചനം. എന്നാൽ വലതുവശത്തെ കള്ളൻ സ്വർഗത്തിലേക്കാണ് നോക്കിയത്. യേശുവേ, അങ്ങ് നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമെന്ന് കരഞ്ഞു വിളിച്ച് അനുതപിക്കുന്ന കള്ളൻ. യേശു എന്താ പറഞ്ഞത്? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. 23-ാം അധ്യായം 43-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, സൂര്യന്റെ ചൂടിൽ ചെളി കട്ടയാകുന്നു, എന്നാൽ മെഴുക് ഉരുകുന്നു. നമ്മുടെ ഹൃദയം ഉരുകുന്നതാണോ അതോ കടുപ്പമേറിയതാണോ? ഈ നോയമ്പ് കാലം നമ്മെ തന്നെ പരിശോധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എളിമപ്പെടാം. ദൈവം അനുഗ്രഹിക്കും. ആമേൻ.